സൂറത്തുൽ മറിയം നമ്മൾ 2 ക്ലാസ്സിൽ ആമുഖമാണ് പഠിച്ചത്. ഈ സൂറയുടെ അവതരണ പശ്ചാത്തലം, പിന്നെ അതിൻ്റെ ചരിത്ര പശ്ചാത്തലം, ഇതെല്ലാം നമ്മൾ പഠിച്ചു. നമുക്ക് ഇൻഷാ അല്ലാഹ് ആയത്തിലേക്ക് വരാം. നിങ്ങൾക്ക് ഈ സൂറത്ത് നല്ല പോലെ മനസ്സിലാവണമെങ്കിൽ അതിൻ്റെ ആമുഖ ക്ലാസ് ശരിക്ക് പഠിക്കണം കേട്ടോ. ഇതിൻ്റെ ഒരു അവതരണ പശ്ചാത്തലം ഉണ്ടല്ലോ, അത് ക്ലിയറായിട്ട് പഠിച്ചാലേ നിങ്ങൾക്ക് ബാക്കി ഉള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവുകയുള്ളൂ. നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കാഫ് ഹാ യാ ഐൻ സ്വാദ്. ذكر رحمة ربك عبده زكريا إذ نادى ربه نداء خفيا قال رب إني وهن العظم مني واشتغل الرأس شيبا ولم أكن بدعائك ربي شقيا. അത്രയും നമുക്ക് നോക്കാം. അപ്പോൾ തുടക്കത്തിൽ തന്നെ കാഫ് ഹാ യാ ഐൻ സ്വാദ്, അതെങ്ങനെയാണ് വായിക്കേണ്ടത്? കാഫ് ഹാ യാ ഐൻ സ്വാദ്, അങ്ങനെയാണ് വായിക്കേണ്ടത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് വായിക്കാൻ പ്രയാസമുണ്ടോ അല്ലെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അവിടെ കാഫ് ഉണ്ട്, ഹ ഉണ്ട്, യാ ഉണ്ട്, പിന്നെ ഐന് സ്വാദ് 1 2 3 4 5 അക്ഷരങ്ങൾ അവിടെയുണ്ട്. അപ്പോൾ സമാനമായ ആയത്തൊക്കെ നിങ്ങൾക്കറിയാലോ, അലിഫ് ലാം മീം യാസീൻ, ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അപ്പോൾ ഇനി അത് ഇവിടെ ആവർത്തിക്കേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് അർത്ഥമില്ല അതിന്. അതിൻ്റെ വ്യാഖ്യാനമൊന്നും എവിടെയും കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ലാഹു ആലം. ബാക്കി ഇപ്പോൾ നമുക്കൊന്നും അറിയില്ല. ഇപ്പോൾ അലിഫ് ലാം മീം അതിൻ്റെയൊക്കെ അർത്ഥം നമുക്കിങ്ങനെ ഊഹിച്ചിട്ടൊക്കെ പറയാം, അതൊന്നും അത്ര ശരിയല്ല. അപ്പം അതുകൊണ്ട് നമുക്കത് വിട്ടുകളയാം. അതിന് പ്രത്യേകിച്ചൊരു ആശയം നമുക്ക് അങ്ങനെ പറയാനൊന്നും സാധ്യമല്ല. പിന്നെ ഖുർആൻ വ്യാഖ്യാതാക്കൾ പല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നല്ലാതെ നമുക്ക് ശരിയായ രൂപത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വ്യാഖ്യാനം അതിന് കിട്ടിയിട്ടില്ല. അപ്പോൾ അല്ലാഹു ആലം, അത്രേ ഉള്ളൂ. അത് മനോഹരമായിട്ട് പാരായണം ചെയ്യാൻ സാധിക്കും. ജനഹൃദയങ്ങളെ ആകർഷിക്കുന്ന രൂപത്തിൽ അത് പാരായണം ചെയ്യാൻ സാധിക്കുന്നു. ഖുർആനിൻ്റെ ഒരു വശ്യത എന്നൊക്കെ നമുക്കതിനെ സംബന്ധിച്ച് പറയാം അല്ലേ. അപ്പോൾ കാഫ് ഹാ യാ ഐൻ സ്വാദ് ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സക്കരിയ. ദിക്റു റഹ്മത്തി റബ്ബിക, ദിക്ർ എന്ന് പറഞ്ഞാൽ വിവരണം. ദിക്ർ പല അർത്ഥമുണ്ടല്ലോ ദിക്ർ എന്ന വാക്കിന്. ഒരർത്ഥം എന്താ? സ്മരണ. ഇപ്പം നമ്മൾ ഈ ദിക്ർ ചൊല്ലാന്നൊക്കെ പറയും അല്ലേ. ഇപ്പം സ്മരണ എന്ന അർത്ഥമുണ്ട്. അള്ളാഹിനെ സ്മരിക്കൽ ദിക്റാണ്. പിന്നെ വിശുദ്ധ ഖുർആനിനെ വിശേഷിപ്പിക്കാനായിട്ട് ദിക്ർ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ പല സ്ഥലത്തും അതിന് പല അർത്ഥമാണ് ഉള്ളത്. ഇവിടെ ദിക്ർ എന്ന് പറഞ്ഞാൽ വിവരണം, അതായത്
എന്താണ് വിവരണം എന്ന് പറഞ്ഞാൽ എന്താ, ഒരു വിശദീകരണം, ഒരു എക്സ്പ്ലനേഷൻ, അങ്ങനെയൊക്കെ പറയില്ല. അതാണ് ഇവിടുത്തെ ദിക്ർ. റഹ്മത്തി റബ്ബിക്ക, നിൻ്റെ റബ്ബിൻ്റെ കാരുണ്യത്തെക്കുറിച്ചുള്ള. റഹ്മത്ത് എന്ന് പറഞ്ഞാൽ കാരുണ്യം, റബ്ബിക്ക എന്ന് പറയുമ്പോൾ നിൻ്റെ റബ്ബ്. നിൻ്റെ റബ്ബിൻ്റെ കാരുണ്യത്തെക്കുറിച്ചുള്ള വിവരണം ആകുന്നു ഇത്. അബ്ദഹു, അവൻ്റെ ദാസനോട്. അബ്ദ് എന്ന് പറഞ്ഞാൽ ദാസൻ അല്ലെങ്കിൽ അടിമ, അവൻ്റെ ദാസനോട്. സക്കരിയ അഥവാ സക്കരിയയോട്. അപ്പോൾ ഈ ആയത്തിൻ്റെ അർത്ഥം ഒന്നിച്ചു പറയുമ്പോൾ എങ്ങനെയാണ് വരിക, ഞാൻ പറയാം. കാഫ് ഹാ യാ ഐൻ സ്വാദ്. നിൻ്റെ റബ്ബ് അവൻ്റെ ദാസൻ സക്കരിയാക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹത്തിൻ്റെ അനുസ്മരണം. നിൻ്റെ റബ്ബ് അവൻ്റെ ദാസൻ സക്കരിയാക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹത്തിൻ്റെ അനുസ്മരണം. അനുസ്മരണം എന്ന് പറഞ്ഞാൽ ഒരു ഓർമ്മ. അപ്പോൾ സക്കരിയാക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹത്തിൻ്റെ അനുസ്മരണം. ആ സക്കരിയാക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹം എന്താണ്, അത് വഴിയെ വരുന്നുണ്ട്. സക്കരിയ ആരാണ്? അലൈഹിസ്സലാം. അദ്ദേഹം നമ്മൾ പ്രവാചകനായിട്ട് കാണുന്ന സക്കരിയ ആ സക്കരിയ അല്ല എന്നതാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. ഇവിടുത്തെ സക്കരിയ എന്ന് പറഞ്ഞാൽ മറിയം ബീവി റഹ്മത്തുള്ളാഹി അലൈഹി അല്ലെങ്കിൽ റളിയല്ലാഹു തആല അൻഹ. മറിയം ബീവിയുടെ ഉമ്മയുടെ സഹോദരിയുടെ ഭർത്താവ്. മറിയം ബീവിയുടെ ഉമ്മയുടെ സഹോദരിയുടെ ഭർത്താവാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള സക്കരിയ. ഉണ്ടല്ലോ, സക്കരിയ നബി അലൈഹിസ്സലാം ഉണ്ട്. അത് മറ്റൊരു പ്രവാചകനാണ്. അതെ, അത് സക്കരിയ പ്രവാചകനാണ്, സക്കരിയ അലൈഹിസ്സലാം. അതെ, ഇത് മറിയം ബീവിയുടെ ഉമ്മയുടെ സഹോദരിയുടെ ഭർത്താവ്. ശരിക്കുള്ള സക്കരിയ നബി അലൈഹിസ്സലാം അദ്ദേഹത്തെ ഇസ്രായേല്യർ ചെളിക്കുണ്ടിൽ ചവിട്ടിത്താഴ്ത്തി കൊന്നു. ചരിത്രം അങ്ങനെയാണ് കിടക്കുന്നത്. ശരിക്കുള്ള സക്കരിയ അലൈഹിസ്സലാം അദ്ദേഹത്തെ ചെളിക്കുണ്ടിൽ ചവിട്ടിത്താഴ്ത്തി ഇസ്രായേല്യർ കൊന്നുകളഞ്ഞു. ഇത് സക്കരിയ നബിയല്ല, സക്കരിയയാണ്. അത് നിങ്ങൾക്ക് താഴെ പറയുമ്പോൾ മനസ്സിലാവും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ആ സക്കരിയാനെ കുറിച്ചുള്ള ഒരു അനുസ്മരണം. ഇപ്പോൾ നമ്മൾ ഒരാളെ അനുസ്മരിക്കുമല്ലോ. ഇപ്പോൾ മരിച്ചുപോയ ഒരാളെ നമ്മൾ അനുസ്മരിക്കും. അപ്പോൾ നമ്മൾ നമ്മുടെ പിതാവിനെ, മാതാപിതാക്കളെയൊക്കെ അനുസ്മരിക്കാറുണ്ട്. എന്തിനാണ്? അവർ ചെയ്ത നന്മയെ മുൻനിർത്തി നമ്മൾ അനുസ്മരിക്കും. അനുസ്മരണം, അനുശോചനം ഉണ്ട്, അനുസ്മരണം ഉണ്ട്. അനുശോചനം ഇസ്ലാമിൽ അങ്ങനെ ഇല്ല, പക്ഷെ അനുസ്മരണം ഉണ്ട്. അനുശോചനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ദുഃഖം ആചരിക്കൽ. അതിപ്പോൾ 3 ദിവസമാണ് ദുഃഖം ആചരിക്കാനായിട്ട് നമുക്ക് അർഹതയുള്ളൂ. ആ 3 ദിവസം കഴിഞ്ഞാൽ പിന്നെ ദുഃഖം ആചരിക്കാനൊന്നും പാടില്ല. പിന്നെ നോർമൽ നമ്മുടെ ലൈഫ്, നമ്മുടെ ജീവിതം നമ്മൾ സെറ്റ് ചെയ്യണം. പിന്നെ ഭർത്താവ് മരണപ്പെട്ട ഭാര്യയ്ക്ക് 4 മാസവും 10 ദിവസവും അവൾക്ക് ദുഃഖം ആചരിക്കാനുള്ള ഒരു അനുവാദമുണ്ട്, എന്നല്ലാതെ മറ്റാർക്കുമില്ല.
ഇവിടെ അനുസ്മരണം എന്ന് പറഞ്ഞാൽ നല്ലത് ഓർക്കലാണ്. മരിച്ചുപോയ വ്യക്തിയുടെ നല്ല ഓർമ്മകൾ, അദ്ദേഹത്തെ നമ്മളിങ്ങനെ ഒന്ന് അനുസ്മരിച്ചു എന്നൊക്കെ പറയും. അതാണ് ദിക്ർ എന്ന വാക്കിൻ്റെ ഇവിടുത്തെ അർത്ഥം. പിന്നെ പറഞ്ഞത്, ഇവിടെ ആരാണ് അനുസ്മരിക്കുന്നത്? അള്ളാഹു തന്നെയാണ്. എന്താണ് അനുസ്മരിക്കുന്നത്? അള്ളാഹു നൽകിയ അനുഗ്രഹത്തെ തന്നെയാണ്. അപ്പം അള്ളാഹു തൻ്റെ ദാസനായ സക്കരിയാക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹത്തെ അനുസ്മരിക്കുന്നു. ഇനി ഏതാണ് ആ അനുഗ്രഹം? അടുത്ത ആയത്തിലേക്ക് വരാം. ഇദ് നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ്യ. ഇദ് നാദാ റബ്ബഹു. നാദ യുനാദി ഒക്കെ നേരത്തെ വന്ന വാക്കായിരിക്കാം. നാദ എന്ന് പറഞ്ഞാൽ അങ്ങനെ വിളിച്ചു എന്നർത്ഥം, വിളിച്ചു. ഇത് നാദ എന്ന് പറഞ്ഞാൽ വിളിച്ചു. വിളിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹം വിളിച്ചു. അദ്ദേഹം എന്ന് പറഞ്ഞാൽ സക്കരിയ വിളിച്ചു. റബ്ബഹു, തൻ്റെ റബ്ബിനെ വിളിച്ചു. നിദാഅൻ എന്ന് പറഞ്ഞാൽ ഒരു വിളി. നിദാ എന്ന് പറഞ്ഞാൽ വിളി. ഖഫിയ്യ എന്ന് പറഞ്ഞാൽ പതുക്കെ. ഈ പതുക്കെ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചു എന്ന് അതിൻ്റെ അർത്ഥം. ഇപ്പം നമ്മുടെയൊക്കെ നാട്ടിൽ നിങ്ങൾക്കറിയുമോ എന്നറിയില്ല, പ്രാർത്ഥിക്കാനായിട്ട് മൈക്ക് വെച്ച് കെട്ടാറുണ്ട്. പക്ഷേ മഹാന്മാരും പ്രവാചകന്മാരും റബ്ബിനോട് പ്രാർത്ഥിച്ചത് പതുക്കെ. ഖഫിയ്യ എന്ന് പറഞ്ഞാൽ പതുക്കെ എന്നർത്ഥമുണ്ട്, രഹസ്യമായിട്ട് എന്നർത്ഥമുണ്ട്. ഇവിടെ നമുക്ക് രണ്ടും പറയാം. രഹസ്യമായിട്ട് എന്നും പറഞ്ഞു, പതുക്കെ എന്നും പറഞ്ഞു. രണ്ടും കുഴപ്പമില്ല. ഇദ് നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ്യ. തൻ്റെ നാഥനെ അദ്ദേഹം പതുക്കെ വിളിച്ച സന്ദർഭം. അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, കുറച്ചുകൂടി എന്താ പറയുക, അതായത് അദ്ദേഹം സ്വകാര്യമായി റബ്ബിനെ വിളിച്ചത് ഓർക്കുക. അപ്പം ഞാനിവിടെ നേരത്തെ പറഞ്ഞല്ലോ, എന്താ പറഞ്ഞത്? ഈ സക്കരിയാനെ സംബന്ധിച്ച് ഇവിടെ പറയുന്ന സക്കരിയ പ്രവാചകനായ സക്കരിയ അല്ല, പ്രവാചക കുടുംബത്തിൽപ്പെട്ട സക്കരിയാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വംശപരമ്പര പ്രവാചക കുടുംബത്തിൽപ്പെട്ട വംശപരമ്പരയാണ്. അതായത് ഹാറൂൻ അലൈഹിസലാം. ഇപ്പോൾ ഹാറൂൻ നബി അലൈഹിസലാം അല്ലേ, അദ്ദേഹത്തിൻ്റെ വംശപരമ്പരയിൽപ്പെട്ട ഒരു വ്യക്തിയാണ് സക്കരിയ. അദ്ദേഹം പ്രവാചകനല്ല. ഈ സക്കരിയ നമ്മുടെ ഫലസ്തീൻ, അതായത് ബൈത്തുൽ മഖ്ദിസ്, അവിടുത്തെ ഒരു പരിചാരകൻ ആയിരുന്നു. ബൈത്തുൽ മഖ്ദിസ് അവിടുത്തെ ഒരു പരിചാരകൻ ആയിരുന്നു. അത് മനസ്സിലാകണമെങ്കിൽ നമ്മൾ സൂറത്ത് ആലു ഇമ്രാൻ അത് പഠിക്കണം. അവിടെയാണ് ഈ ചരിത്രം അള്ളാഹു വിശദമായിട്ട് പറയുന്നത്. ഇവിടെ അത് അങ്ങനെ വിശദമായി പറയുന്നില്ല. ആലു ഇമ്രാനിലെ ഞാൻ ആയത്ത് പറയാം. നിങ്ങൾക്ക് ഒരു റെഫർ ചെയ്യാനായിട്ട് സമയം കിട്ടുമ്പോൾ റെഫർ ചെയ്യാനൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ആയത്തിൻ്റെ നമ്പർ പറയാം. ഒരു മിനിറ്റ്. സൂറത്ത് ആലു ഇമ്രാനിലെ ഒരു മിനിറ്റ് കേട്ടോ. അതെ,
സൂറത്ത് ആലു ഇമ്രാനിൽ 33 ആയത്ത് മുതൽ. നിങ്ങളുടെ കൈവശം ഖുർആൻ ഉണ്ടെങ്കിൽ എടുത്തു നോക്കിക്കോ. സൂറത്ത് ആലു ഇമ്രാനിലെ 33 ആയത്ത് എടുത്തോ. കൈവശം ഖുർആൻ ഉണ്ടോ? ഉണ്ടെങ്കിൽ എടുത്താൽ മതി. ഏതാണ് ആയത്ത്? 33 ആയത്ത് ഏതായിരിക്കും? എടുത്തോ ആരെങ്കിലൊക്കെ? ആരും എടുത്തില്ലേ? അതെ. അതെ, അവിടെ മുതൽ ആ ചർച്ചയുണ്ട്. അവിടെ മുതൽ ഇങ്ങനെ നിങ്ങൾ പഠിച്ചാൽ അതെ 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 അവിടെ മുതൽ ഇങ്ങനെ പഠിച്ചാൽ കുറെ ആയത്തുകൾ ഈ വിഷയമാണ് പറയുന്നത്. ഇപ്പൊ ഉദാഹരണമായിട്ട് 37 ആയത്ത് നോക്കിയേ, ആലുമ്രാനിലെ. ഫതഖബ്ബലഹാ റബ്ബുഹാ ബിഖബൂലിൻ ഹസൻ വഅംബതഹാ നബാതൻ ഹസനൻ വകഫലഹാ സകരിയ്യ കുല്ലമാ ദഖല അലൈഹാ സകരിയ്യൽ മിഹ്റാബ വജദ ഇൻദഹാ റിസ്ഖ ഖാല യാ മറിയമു അന്നാ ലകി ഹാദാ ഖാലത് ഹുവ മിൻ ഇൻദില്ലാഹ് ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. അവിടെ ഒരു സക്കരിയ പറയുന്നില്ലേ? നിങ്ങൾ കണ്ടോ? 37 ആയത്തിൽ ആ സക്കരിയായും ഈ സക്കരിയായും ഒന്ന് തന്നെയാണ്. ആ സക്കരിയായും ഈ സക്കരിയായും ഒന്ന് തന്നെയാണ്. അപ്പോ സക്കരിയ എന്ന ഈ പ്രവാചക കുടുംബത്തിൽപ്പെട്ട ഇദ്ദേഹം ബൈത്തുൽ മഖ്ദിസ് അതിൻ്റെ പരിപാലകൻ, അതിൻ്റെ പരിചാരകനായിരുന്നു. അപ്പോൾ പണ്ട് കാലത്ത് ജനിക്കുന്ന കുട്ടികളെ ബൈത്തുൽ മഖ്ദിസ് അവിടേക്ക് നേർച്ചയാക്കാറുണ്ട്. പ്രത്യേകിച്ച് ആൺകുട്ടികളെയാണ് നേർച്ചയാക്കാറ്. അപ്പോൾ മറിയം ബീവിയുടെ ഉമ്മ മറിയമ്മിനെ ഗർഭം ധരിച്ചപ്പോൾ ഇങ്ങനെ ഒരു നേർച്ച നേർന്നു. എൻ്റെ വയറ്റിൽ ഉള്ളത് അതിനെ ഞാൻ നേർച്ചയാക്കുന്നു, ബൈത്തുൽ മഖ്ദിസ് അവിടേക്ക് നേർച്ചയാക്കുന്നു എന്നവർ നേർച്ച നേർന്നു. പണ്ട് ആ ഒരു നിയമം അന്നത്തെ ശരീഅത്തിലുണ്ട്, ഇന്നങ്ങനെ ഇല്ല. പക്ഷേ അവിടെ പ്രസവിച്ചപ്പോൾ അത് പെൺകുട്ടിയായി പോയപ്പോൾ അവർക്കൊരു പേടി വന്നു. ഇത് പെൺകുട്ടികളെ നേർച്ചയാക്കാറില്ലല്ലോ, ആൺകുട്ടികളെ അല്ലേ നേർച്ചയാക്കാറ്. പക്ഷേ പെൺകുട്ടിയായിട്ടും പ്രശ്നമില്ല, അള്ളാഹു അതിനെ കബൂൽ ചെയ്തു. ഇവിടെ ആ സംഗതിയെ പറയുന്നത് കേട്ടോ. അതായത് അവർ പ്രയാസപ്പെട്ട് അള്ളാഹുവോട് പറയുന്നുണ്ട്. 37 ആയത്ത് തന്നെ. ഞാൻ ഈ സംഗതി പറയുന്നത് നിങ്ങൾക്കത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ എടുക്കുന്ന സൂറ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഇത് കുറച്ചൊന്ന് മനസ്സിലാവണം, അതിനു വേണ്ടിയാണ് ഞാൻ പറയണത് കേട്ടോ. അപ്പോൾ അവർ 36 ആയത്ത് കേട്ടോ, സൂറത്ത് ആലു ഇമ്രാൻ 36 ആയത്ത്. ഫലമ്മ വലഅത്ഹ, അവൾ പ്രസവിച്ചു. കാലത്ത് റബ്ബി ഇന്നി വലഅത്തുഹ ഉൻസ, അവൾ അള്ളാഹുവോട് ദുആ ചെയ്തു, അള്ളാഹുവേ ഞാൻ പ്രസവിച്ചത് പെണ്ണായിപ്പോയി. വലൈസ ദക്കറു കൽ ഉൻസ, പെണ്ണ് ആണിനെ പോലെ അല്ലല്ലോ, അല്ലെങ്കിൽ ആണ് പെണ്ണിനെ പോലെ അല്ലല്ലോ എന്ന് പറഞ്ഞാൽ നേർച്ചയാക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ആൺകുട്ടിയാണ് എന്ന് വിചാരിച്ചിട്ടാണ് നേർച്ചയാക്കിയത്, പക്ഷെ പെൺകുട്ടിയായി പോയല്ലോ.
വ ഇന്നി സമ്മൈതുഹ മറിയമ, ഞാൻ അതിന് മറിയം എന്ന് പേരിട്ടു. അങ്ങനെ വന്നിട്ട് അവരെ, ഞാൻ മൊത്തം പറയുന്നില്ല, മൊത്തം വായിക്കുന്നില്ല, കുറച്ച് മാത്രം. അതായത് അങ്ങനെ എന്നിട്ട് അവര് എന്താ ചോദിച്ചേ? എന്നിട്ട് അവർ അതിനെ ബൈത്തുൽ മഖ്ദിസ് അവിടേക്ക് ഫതഖബ്ബലഹ റബ്ബുഹാ ബിഖബൂലിൻ ഹസൻ വ അംബതഹ നബാത്തൻ ഹസനൻ വ കഫലഹ സക്കരിയ. സക്കരിയ അത് ഏറ്റെടുത്തു. ഏത്? ആ കുട്ടിയെ പരിപാലിക്കാനായിട്ട് സക്കരിയ. അപ്പോൾ സക്കരിയ അവിടുത്തെ ഒരു പരിപാലകനാണ്, ഞാൻ ആദ്യം പറഞ്ഞല്ലോ. അപ്പോൾ ആ ശിശുവിനെ പ്രസവിച്ചപ്പോൾ അവൾ പറഞ്ഞു, എൻ്റെ നാഥ, ഞാൻ പ്രസവിച്ചത് പെൺകുഞ്ഞായി പോയി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അല്ലാഹ് അതിനെ സ്വീകരിക്കുകയാണ് ചെയ്തത്. സക്കരിയാനെ ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ സംരക്ഷണം ഏറ്റെടുത്ത സക്കരിയ. ആ സക്കരിയ ആരാണ്? അവളുടെ, അതായത് ഈ മറിയമിൻ്റെ മാതാവിൻ്റെ ഭർത്താവാണ്. മറിയമിൻ്റെ ഉമ്മയുടെ സഹോദരിയുടെ ഭർത്താവാണ് ഈ സക്കരിയ. ശരി, നമുക്ക് നമ്മുടെ സൂറയിലേക്ക് വരാം. അത്രയും നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവട്ടെ. ഇനി നമ്മുടെ സൂറയിലേക്ക് വരുമ്പോൾ, സൂറത്ത് മറിയം അവിടേക്ക് വരുമ്പോൾ, ഒരു മിനിറ്റ്, സൂറത്ത് മറിയം മറിയമിലേക്ക് വരുമ്പോൾ ഇവിടെ സക്കരിയ അള്ളാഹുവോട് പ്രാർത്ഥിച്ച കാര്യം പറയുന്നത്. ഇത് നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ. ഇതിൻ്റെ ഒരു ചരിത്രപരമായ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അതായത് ഞാനത് കുറച്ച് പറയാം, അത് പറഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ മറിയമിൻ്റെ ഉമ്മ നേർച്ചയാക്കിയത് പ്രകാരം ബൈത്തുൽ മഖ്ദിസ് അവിടെ കൊണ്ടുവന്നാക്കിയല്ലോ. ഒരു പ്രത്യേകമായ അറയിൽ അവൾ അങ്ങനെ ജീവിക്കുകയാണ്. ഏതാണ്ടൊരു പ്രായപൂർത്തി ഒക്കെ ആയ സമയത്താണ് അവിടെ കൊണ്ടുവന്നാക്കിയത്. പണ്ട് കാലത്ത് ആ ഒരു സമ്പ്രദായമുണ്ട്. ഇങ്ങനെ എന്താണ്, ഇപ്പോൾ ഈ ക്രൈസ്തവർക്ക് ഇപ്പോൾ കന്യാസ്ത്രീ എന്നൊരു സമ്പ്രദായമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു സമ്പ്രദായം പണ്ട് അതിൻ്റെ വേറെ കോലത്തിൽ, ഈ കോലത്തിലല്ല, വേറെ കോലത്തിൽ അന്ന് ഉണ്ടായി കാണും എന്ന് നമുക്ക് വിശ്വസിക്കാം. മൂസവി ശരീഅത്ത് പ്രകാരം, അതായത് മൂസാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ ശരീഅത്ത് പ്രകാരം ഒരു പക്ഷേ അങ്ങനെ ഉണ്ടായി കാണാം. അങ്ങനെ മറിയം ബീവിയെ അവിടെ താമസിപ്പിക്കുന്നു. സക്കരിയാണ് അതിൻ്റെ സംരക്ഷണ ഉത്തരവാദിത്വം. കഫലഹ, കഫീൽ, കഫലഹ സക്കരിയ എന്നാണ് പറഞ്ഞത്. കഫീലാണ്. കഫീൽ എന്ന് പറഞ്ഞാൽ എന്താ? സംരക്ഷണം. അപ്പോൾ മറിയമിന് ഭക്ഷണം കൊടുക്കണം. ഉമ്മ ആഹാരം കൊടുത്തു വിടും. മറിയമിൻ്റെ ഉമ്മ ആഹാരം കൊടുത്തു വിടും. ഈ ആഹാരവുമായിട്ട് സക്കരിയ മിഹ്റാബിലേക്ക്, മിഹ്റാബ് എന്ന് പറഞ്ഞാൽ ഭജന ഗൃഹം, ഇന്നും അതവിടെ ഉണ്ട് കേട്ടോ. ഈ ബൈത്തുൽ മഖ്ദസിൻ്റെ അകത്ത് ആ ഭജന ഗൃഹം അവിടെ ഇപ്പോഴും നമുക്ക് കാണാൻ കഴിയും. ഈ ഭജന ഗൃഹത്തിലേക്ക്, അഥവാ മറിയം ബീവി ഭജനമിരിക്കുന്ന മിഹ്റാബിലേക്ക് സക്കരിയ പ്രവേശിക്കുമ്പോഴൊക്കെ വജദ ഇൻദഹ റിസ്ഖ, അവിടെ ആഹാരം കണ്ടു. അവിടെ ആഹാരമുണ്ട്. മറിയമിൻ്റെ ഉമ്മ സക്കരിയയുടെ കയ്യിൽ ആഹാരം കൊടുത്തു വിട്ടിരിക്കുക. പക്ഷേ അതിൻ്റെ അകത്ത് കയറി നോക്കുമ്പോൾ അവിടെ എല്ലാം ഉണ്ട്. സമയാസമയത്ത് കൃത്യമായിട്ട് ആഹാരം കിട്ടുന്നു. അതും എങ്ങനെയുള്ള ആഹാരം? ഇപ്പോൾ ഓരോ കാലാവസ്ഥയിൽ ഓരോ ആഹാരമാണ് നമുക്ക് ലഭിക്കുക. പക്ഷേ ഇപ്പോൾ ലഭിക്കാത്ത ആഹാരം, ഇപ്പോൾ നമുക്ക് ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമുക്ക് പഴവർഗ്ഗങ്ങളൊക്കെ ലഭിക്കുന്നത് ഒരു കാലാവസ്ഥയുണ്ട്. മാമ്പഴം കിട്ടുന്ന കാലാവസ്ഥയിൽ മാമ്പഴം കിട്ടുള്ളൂ. ഇപ്പോൾ മാമ്പഴത്തിൻ്റെ സീസൺ ഏതാണ്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുക. ആ സീസൺ കഴിഞ്ഞാൽ പിന്നെ മാമ്പഴം കിട്ടില്ല. ഈത്തപ്പഴം ലഭിക്കുന്ന ഒരു സീസൺ ഉണ്ട്, അത് കഴിഞ്ഞാൽ പിന്നെ ഈത്തപ്പഴം
സുലഭമായിട്ട്. അപ്പോൾ ഓരോന്നിനും ഓരോ സീസണുണ്ട്. സീസൺ ഇല്ലാത്ത ആഹാരവും ഉണ്ട്. പക്ഷെ മറിയമിൻ്റെ അടുക്കൽ ഒരു സീസണിൽ മാത്രം കിട്ടുന്ന ആഹാരം ആ സീസൺ അല്ലാത്ത സമയത്തും അവിടെ ഇരിക്കുന്നുണ്ട്. ഇതെങ്ങനെ കിട്ടി? ഇതൊരു അത്ഭുതമായിട്ട് സക്കരിയാക്ക് മാറുകയാണ്. അപ്പോൾ സക്കരിയ ചോദിച്ചു മറിയമിനോട്, അന്നാ ലക്കി ഹാദ. ഇതൊക്കെ സൂറത്ത് ആലു ഇമ്രാനിലെ ആയത്തുകളാട്ടോ, ഞാനീ പറഞ്ഞ നമ്പറിൽ അതൊക്കെ ഉണ്ട്. അന്നാ ലക്കി ഹാദ, നിനക്ക് എവിടെ നിന്ന് കിട്ടി? അപ്പോൾ മറിയം കൊടുത്ത മറുപടി, ഖാല ഹാദ മിൻ ഇൻദില്ലാ, ഇതെൻ്റെ റബ്ബ് തന്നതാണ്. ഇതൊരു കറാമത്തായിട്ട്, കറാമത്ത് എന്ന് പറഞ്ഞാൽ ഈ പ്രവാചകന്മാർക്ക് മുഅ്ജിസത്തുണ്ട്, ഔലിയാക്കൾക്ക് കറാമത്തുണ്ട്, രണ്ടും ഉണ്ടല്ലോ. ഇവിടെ മറിയം ബീവി പ്രവാചകയല്ല, പക്ഷെ മറിയം ബീവി ഒരു അള്ളാൻ്റെ വലിയാണ്. അപ്പോൾ ഒരു കറാമത്താണത്. അതായത് അവിടെ ആഹാരം കിട്ടുന്നു, ചോദിച്ചപ്പോൾ എൻ്റെ റബ്ബ് എനിക്ക് തന്നു എന്നതാണ് സക്കരിയാക്ക് ലഭിച്ച മറുപടി. അത് മറിയം ബീവിയുടെ ഒരു കറാമത്തായിട്ട് വിശേഷിപ്പിക്കപ്പെടുന്നു. കാരണം ഔലിയാക്കൾക്ക് അങ്ങനെ ഉണ്ടാവും, അള്ളാഹുവിൻ്റെ വലിയാണെങ്കിൽ അങ്ങനെ കറാമത്തൊക്കെ ലഭിക്കും. കറാമത്ത് എന്ന് പറഞ്ഞാൽ അദൃശ്യമായ രൂപത്തിൽ തൻ്റെ ഇഷ്ടദാസനെ അള്ളാഹ് സഹായിക്കുന്നു, അതാണ് കറാമത്ത്. അപ്പം ഞാൻ അള്ളാൻ്റെ വലിയാണെങ്കിൽ, അള്ളാഹ്ക്ക് പ്രിയപ്പെട്ടവനാണെങ്കിൽ, ഞാൻ പ്രയാസപ്പെടുന്ന ഒരു ഘട്ടത്തിൽ ഞാൻ അറിയാത്ത മാർഗത്തിലൂടെ അള്ളാഹു എന്നെ സഹായിക്കും. അതെനിക്കും നിങ്ങൾക്കൊക്കെ ആ ഒരു സഹായം ലഭിക്കും. അത് സെലക്റ്റഡ് എന്ന് അവിടെ പറയാൻ കഴിയില്ല. അത് അള്ളാഹ്ക്ക് പ്രിയപ്പെട്ടവരാവുക, വലിയാവുക എന്നതാണ് അതിൻ്റെ മാനദണ്ഡം. അപ്പോൾ ആ ചർച്ച അവിടെ നിൽക്കട്ടെ. ഇവിടെ മറിയം ബീവിയുടെ മുമ്പിൽ ആഹാരം വന്നു എന്നതിൻ്റെ കാരണം അള്ളാഹ് കൊടുത്തു. ഇതിങ്ങനെ എപ്പോഴും സക്കരിയ കാണുകയാണല്ലോ. അപ്പം സക്കരിയാക്ക് വല്ലാത്തൊരു പ്രയാസം. എന്താ പ്രയാസം? സക്കരിയാക്ക് മക്കളില്ല. അപ്പം സക്കരിയ അള്ളാഹുവോട് ദുആ ചെയ്യുകയാണ്. ആ പ്രാർത്ഥനയാണ് ഇവിടെ മൂന്നാമത്തെ ആയത്ത് കണ്ടോ, ഇദ്നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ്യ. അതാണ് പ്രാർത്ഥന. പ്രാർത്ഥിക്കാനുള്ള കാരണം എന്താ? ഇവിടെ മറിയമിനെ കണ്ടു. മറിയമിനെ എങ്ങനെ കണ്ടു? മറിയമിൻ്റെ മുമ്പിൽ ആഹാരമുണ്ട്. അതെവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ ഖാലത്ത്, അത് എൻ്റെ റബ്ബ് എനിക്ക് തന്നു എന്ന മറുപടിയാണ് മറിയം കൊടുത്തത്. അപ്പോൾ അള്ളാഹുവിലൊരു പ്രതീക്ഷ, എൻ്റെ റബ്ബ് എനിക്ക് തരും, ചോദിച്ചാൽ കിട്ടും. ആ പ്രതീക്ഷയാണ് ഇവിടെ സക്കരിയ നടത്തിയത്. അതാണ് ഈ സൂറത്ത് മറിയമിലെ മൂന്നാമത്തെ ആയത്. എല്ലാവർക്കും അത് ക്ലിയറായോ? അതിൻ്റെ ചരിത്രപരമായ പശ്ചാത്തലം ഇപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾക്കത് മനസ്സിലായെങ്കിൽ ഓക്കെ. ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പം എല്ലാവർക്കും അത് ക്ലിയറായി. ശരി. അപ്പോൾ ഇങ്ങനെ സക്കരിയ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉത്തരം കൊടുത്തു, നിനക്ക് ഒരു കുട്ടി ജനിക്കാൻ പോവാണ്. അതിവിടെ പറയുന്നില്ല കേട്ടോ, അതൊക്കെ സൂറത്ത് ആലു ഇമ്രാൻ അവിടെ പറയുന്നുണ്ട്. നിനക്കൊരു കുട്ടി ജനിക്കാൻ പോവാണ് എന്നൊക്കെ അള്ളാഹു അതിന് ഉത്തരം കൊടുത്തു. ഇത് അടുത്തായി നോക്കി. ആ ഉത്തരം കിട്ടിയപ്പോൾ സക്കരിയാക്ക് വല്ലാത്തൊരു എന്താണ്, ഇപ്പോൾ നമ്മുടെ ഒരു പ്രാർത്ഥന അള്ളാഹ് സ്വീകരിച്ചു കഴിയുമ്പോൾ നമുക്ക് അത്ഭുതം ഉണ്ടാവും. ആ അത്ഭുതമാണ് സക്കരിയ ഇവിടെ പങ്കുവയ്ക്കുന്നത്. അടുത്തായി നോക്കി. ഖാല റബ്ബി ഇന്നി വഹനൽ അളുമു മിന്നി വഷ്തഗലർ റഅ്സു ശൈബ വലം അകും ബിദുആഇക റബ്ബി ശഖിയ്യ. ഖാല, അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവോട് പറഞ്ഞു, റബ്ബി എൻ്റെ നാഥ, ഇന്നി തീർച്ചയായും ഞാൻ, വഹന ബലഹീനനായിരിക്കുന്നു. ഇപ്പോൾ കുട്ടി വേണമെന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചു, പക്ഷേ ഞാൻ ബലഹീനനാണ്. അഥവാ ആ ബലഹീനത
എന്ന് പറഞ്ഞാൽ വഷ്ടകല. വഷ്ടകല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ തിളങ്ങുന്നു എന്ന് അതിൻ്റെ അർത്ഥം. ഇങ്ങനെ കത്തിയിട്ട് തിളങ്ങുന്നു. റഅസ് എന്ന് പറഞ്ഞാൽ തല അല്ലെങ്കിൽ മുടി. ഷൈബ എന്ന് പറഞ്ഞാൽ നരച്ചിട്ട്, നര. ഈ തലമുടി നരച്ച് കഴിയുമ്പോൾ നമുക്ക് ഒരു തിളക്കം കാണാൻ കഴിയും. ആ മുടി ഇങ്ങനെ വെയിലത്തൊക്കെ പോയി നിൽക്കുമ്പോൾ ആ വെളുത്ത നര ബാധിച്ച മുടി ഇങ്ങനെ കിടന്ന് തിളങ്ങും. കറുത്ത മുടിയാണെങ്കിൽ അങ്ങനെ തിളക്കം ഉണ്ടാവില്ല. വെളുത്ത മുടിയാണെങ്കിൽ അല്ലേ, വെളുത്ത താടി വെളുത്ത മുടി ഒക്കെ ആണെങ്കിൽ ഒരു തിളക്കം. അതാണ് ഇഷ്ടകല, ഇങ്ങനെ കത്തിത്തിളങ്ങുന്നു. റഅസ് എന്ന് പറഞ്ഞാൽ തലയ്ക്കും പറയാം മുടിക്കും പറയാം. ഇവിടെ തല എന്ന് പറഞ്ഞോ അല്ലെങ്കിൽ മുടി എന്ന് പറഞ്ഞോ. ഷൈബ എന്ന് പറഞ്ഞാൽ നര, നര പിടിക്കുക, നര. അപ്പോൾ അള്ളാഹുവോട് സക്കരിയ പറയാണ്, പടച്ചോനെ ഞാൻ ബലഹീനനാണ്, എൻ്റെ മുടിയൊക്കെ നരച്ചു. വലം അക്കുൻ, ഞാൻ ആയിട്ടില്ല, ബി ദുആഇക, നിന്നോടുള്ള പ്രാർത്ഥനയിൽ, റബ്ബി എൻ്റെ നാഥ, ഷഖിയ, ഭാഗ്യം കെട്ടവൻ. ഷഖിയ എന്ന് പറഞ്ഞാൽ ഭാഗ്യം കെട്ടവൻ. ഞാൻ നിന്നോടുള്ള പ്രാർത്ഥനയിൽ ഭാഗ്യം കെട്ടവനായിട്ടില്ല. ഷഖിയ എന്ന് പറഞ്ഞാൽ ഭാഗ്യം കെട്ടവൻ. നമുക്കതിൻ്റെ അർത്ഥം ഒന്നിച്ചു നോക്കാം. അദ്ദേഹം പറഞ്ഞു, നാഥ, എൻ്റെ അസ്ഥികൾ വരെ ദുർബലമായി കഴിഞ്ഞു. അതാണ് ഈ വഹന് എന്ന് പറഞ്ഞ അർത്ഥം. വഹന് വളരെ എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയില്ല എന്ന് അതിൻ്റെ അർത്ഥം. ഈ പ്രായം ചെല്ലുമ്പോൾ അങ്ങനെയല്ലേ, പ്രായം ചെല്ലുമ്പോൾ കാൽമുട്ട് വേദന, കൈമുട്ട് വേദന, അസ്ഥികളൊക്കെ ദുർബലമായി. നിങ്ങൾക്കൊക്കെ അത് അറിയായിരിക്കും, ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഇരിക്കണ സ്ഥലത്തു നിന്ന് എഴുന്നേറ്റ് പോകാൻ തന്നെ ഒരാളുടെ സഹായം വേണം. അതാണ് ഈ വഹന. ഇവിടെ ആ വാക്കുണ്ടല്ലോ, വഹനൽ അലുമു എന്നാണ്. അലുമു എന്ന് പറഞ്ഞാൽ അസ്ഥി, അലുമു എല്ല്. വഹനൽ അലുമു എന്ന് പറഞ്ഞാൽ അസ്ഥികൾ വരെ ദുർബലമായി എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ എൻ്റെ അസ്ഥികൾ വരെ ദുർബലമായി കഴിഞ്ഞു. എൻ്റെ തലയാണെങ്കിൽ ഇങ്ങനെ നരച്ചിട്ട് മിന്നിത്തിളങ്ങുന്നു, നരച്ചിട്ട് മിന്നിത്തിളങ്ങുന്നു. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും എൻ്റെ നാഥ, ഞാൻ നിന്നോട് പ്രാർത്ഥിച്ചിട്ട് പരാജയപ്പെട്ടിട്ടില്ല. എന്ന് പറഞ്ഞാൽ റബ്ബ് വിചാരിച്ചാൽ കിട്ടും. ഇവിടെ കുറച്ചേ പറയുന്നുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ആലുംറാനുമായിട്ടിങ്ങനെ ഒരു കണക്ഷൻ നമുക്കുണ്ടെങ്കിലേ ഈ സൂറത്ത് നമുക്ക് മനസ്സിലാവുള്ളൂ. ആലു ഇമ്രാനിൽ ഇത് കുറച്ച് വിശദമായി പറയുന്നു. അതായത് എങ്ങനെ പറയണത്, ഇവിടെ മറിയമിൻ്റെ മുമ്പിൽ ആഹാരം കണ്ടപ്പോൾ, റബ്ബ് തന്നതാണെന്ന് മറിയം പറഞ്ഞപ്പോൾ സക്കരിയാക്ക് ഒരു സന്തോഷം, ഒരു പ്രതീക്ഷ, എനിക്കെൻ്റെ റബ്ബ് ഒരു കുട്ടിയെ തന്നാലോ. മിഹ്റാബി പോയിട്ട് പ്രാർത്ഥിച്ചു, റബ്ബി ഹബ്ലി മിന സ്വാലിഹീൻ. ഇതാണ് പ്രാർത്ഥന, എനിക്ക് സ്വാലിഹായ ഒരു മകനെ കിട്ടണം. ആ പ്രാർത്ഥന അള്ളാഹ് സ്വീകരിച്ചു. സ്വീകരിച്ചിട്ട് മലക്കുകൾ വന്നിട്ട് സക്കരിയാനോട് പറഞ്ഞു, നിനക്ക് കുട്ടിയുണ്ടാകാൻ പോകുന്നു. കുട്ടിയുടെ പേരും പറഞ്ഞു. ആ കുട്ടിയുടെ പേര് യഹ്യ. എന്താ പേര്? യഹ്യ അലൈഹിസ്സലാം, പ്രവാചകനാണ്. ആ യഹ്യാനെയാണ് ക്രൈസ്തവരെ യോഹന്നാൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ യോഹന്നാൻ എന്ന് പറയുന്ന, യഹ്യ എന്ന് പറയുന്ന ഒരു കുട്ടി നിനക്ക് ജനിക്കാൻ പോകുന്നു എന്നൊക്കെ, ആ കുട്ടിയുടെ മഹിമ, അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, അദ്ദേഹം പ്രവാചകനാകും എന്നൊക്കെ ഇവിടെ സക്കരിയാനോട് അള്ള പറഞ്ഞു. ഇത് അള്ള പറഞ്ഞത് മലക്കുകൾ വഴിയാണ്. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സക്കരിയാക്ക് വല്ലാത്ത അത്ഭുതമായി. പടച്ചോനെ, എനിക്ക് എങ്ങനെ കുട്ടിയുണ്ടാകും? എൻ്റെ അസ്ഥികളൊക്കെ ദുർബലമായി, എനിക്ക് എഴുന്നേക്കാൻ പോലും നിവൃത്തിയില്ല. തലയാണെങ്കിൽ നര കൊണ്ട് കത്തുന്നു.
പക്ഷേ ലാസ്റ്റ് പറഞ്ഞ വാക്കെന്താ? ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ നിന്നോട് പ്രാർത്ഥിച്ചിട്ട് ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. ഇനി അടുത്ത ആയത്, وإني خفت الموالي من ورائي وكانت امرأتي عاقرا فهب لي من لدنك وليا. ഇന്നി തീർച്ചയായും ഞാൻ ഖിഫ്തു ഞാൻ പേടിക്കുന്നു അൽ മവാലിയ എൻ്റെ ബന്ധുജനങ്ങളെ. മവാലിയ എന്ന് പറഞ്ഞാൽ ബന്ധുജനങ്ങൾ. മവാലിയ ബന്ധുക്കളെ ഞാൻ അവരെക്കുറിച്ച് ഓർത്തിട്ട് ഞാൻ പേടിക്കുന്നു. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ബന്ധുജനങ്ങളെ ഞാൻ പേടിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ സക്കരിയയുടെ പ്രാർത്ഥനയാണ്. ഒരു പ്രവാചകന് വേണം, അതായത് എൻ്റെ ബന്ധുജനങ്ങൾ അവർ ഇനി അടുത്ത ഭാവിയിൽ വഴിതെറ്റി പോയേക്കാം. അവരെ നേർമാർഗത്തിൽ നയിക്കുന്ന ഒരു പ്രവാചകനോ ഒരു വഴികാട്ടിയോ അവർക്ക് വേണം. അതാണ് ഇതിൻ്റെ അർത്ഥം. അള്ളാഹുവോട് സക്കരിയ നടത്തിയ പ്രാർത്ഥന, എനിക്ക് ഒരു കുട്ടിയെ വേണം, കേവലം ഒരു പുന്നാരിക്കാനും ഓമനിക്കാനും ഒരു കുട്ടിയെ വേണം എന്നല്ല ഇതിൻ്റെ അർത്ഥം. അതാണ് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് കേട്ടോ. നമ്മളൊക്കെ കുട്ടിയെ വേണം എന്ന് പറയുമ്പോൾ ഓമനിക്കാനും പുന്നാരിക്കാനും ഒരു കുട്ടി എന്നാണ് നമ്മുടെ ലക്ഷ്യം. പക്ഷെ സക്കരിയ കുട്ടിയെ വേണം എന്ന് അള്ളാഹുവോട് പ്രാർത്ഥിച്ചതിൻ്റെ മർമ്മം ഇതാണ്. സമൂഹത്തെ സമുദ്ധരിക്കണം, വഴിപിഴച്ചു പോകുന്നു, അതുകൊണ്ട് അവരെ നേരായ മാർഗത്തിലേക്ക് നയിക്കാൻ കെൽപ്പുറ്റ ഒരു മകൻ. എൻ്റെ ബന്ധുജനങ്ങളെ ഞാൻ ഭയപ്പെടുന്നു, അവരെ വഴിതെറ്റിയാണ് സഞ്ചരിക്കുന്നത്. ഇതിനെ നമ്മൾ അടിവരയിടണം. പ്രവാചകന്മാരെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്, മക്കളെ കിട്ടാൻ ആഗ്രഹിച്ചത് പുന്നാരിക്കാനും ഓമനിക്കാനും ലാളിക്കാനും കൊഞ്ചിക്കാനും കൂടെ കൊണ്ടു നടക്കാനും അങ്ങനെ റീൽസ് ഇടാനും വേണ്ടിയല്ല. അതൊക്കെ മറ്റൊരു തലം. അവർ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്തതും മക്കളെ ആഗ്രഹിച്ചതും ഞങ്ങളുടെ കാലശേഷം ഈ ദീപശിഖ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദീൻ, അതിൻ്റെ പ്രകാശം കെട്ടുപോകാതെ ഞങ്ങൾ കൊളുത്തിയ ഈ ദീപശിഖ കെട്ടുപോകാതെ സൂക്ഷിക്കാൻ പിൻതലമുറയിൽ ആളുണ്ടാവണം. നമ്മൾ അങ്ങനെയൊക്കെ അള്ളാഹുവോട് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ? അതൊക്കെ ആലോചിക്കേണ്ട കാര്യമാണ്. മിക്കവരും മക്കളെ വേണമെന്ന് പ്രാർത്ഥിക്കും. എന്തിനാ മക്കളെ വേണം? എന്തിന്? സാധാരണ മാമൂലായിട്ട് എന്തിനാണ് മക്കൾ? അതിനു വേണ്ടി. അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന ഒരു ലക്ഷ്യത്തിന് വേണ്ടി മക്കളെ കിട്ടാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ വളരെ കുറവായിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ ബന്ധുക്കളെ കുറിച്ച് ഓർത്തിട്ട് പേടിക്കുന്നു. ഇന്നി ഖിഫ്തുൽ മവാലിയ. പേടി എന്താണ്? അവർ വഴിതെറ്റിയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. മവാലിയ, മൗല എന്ന് പറഞ്ഞാൽ ബന്ധു ജനം. മവാലി അതിൻ്റെ ബഹുവചനാണ്. മിൻ വറായി എന്ന് പറയുമ്പോൾ എൻ്റെ പുറകിൽ, എൻ്റെ കാലശേഷം, എൻ്റെ പുറകിൽ. അതായത് ഞാൻ എൻ്റെ കാലശേഷം പിന്നെ വരുന്ന തലമുറ, ആ തലമുറയിൽ അവരെ നേരായ മാർഗത്തിലേക്ക് നയിക്കാനായിട്ട് ഒരാളുടെ അനിവാര്യത ഉണ്ട്. പിന്നെ പ്രാർത്ഥിക്കുകയാണ്, വക്കാനത്ത് ഇമ്രഅത്തി ആഖിറ. വക്കാനത്ത് ആയിരിക്കുന്നു, ഇമ്രഅത്തി എൻ്റെ പെണ്ണ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യ. ആഖിറ എന്ന് പറഞ്ഞാൽ പ്രസവിക്കാത്ത സ്ത്രീകൾക്കാണ് ആഖിറ എന്ന് പറയുക, വന്ധ്യ. എൻ്റെ ഭാര്യ വന്ധ്യയാണ്. ഇത് സക്കരിയ മിഹ്റാബിൽ കയറിയിട്ട് നടത്തിയ പ്രാർത്ഥനയാണ്. ഇങ്ങനെ പ്രാർത്ഥിക്കാനുള്ള കാരണം ഇവിടെ
മറിയമിൻ്റെ മുമ്പിൽ ആഹാരമുണ്ട്. ഈ ആഹാരം കണ്ടപ്പോൾ റബ്ബ് തരും എന്ന കൊതിയോടെ പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കുക. എൻ്റെ ഭാര്യ വന്ധ്യയാണ്, കുട്ടികളുണ്ടാവില്ല. ഞാനാണെങ്കിൽ പ്രായം കൊണ്ട് നരച്ച് എല്ലുകളൊക്കെ ദുർബലമായിട്ടുള്ള അവസ്ഥയാണ്. എൻ്റെ ബന്ധുക്കളെ സംബന്ധിച്ച് ഞാൻ പേടിക്കുന്നു, അവർ വഴിതെറ്റി സഞ്ചരിക്കുകയാണ്. അതുകൊണ്ട് ഫഹബ്ലി മില്ലദുൻക വലിയ, നിൻ്റെ സന്നിധാനത്തു നിന്ന് എനിക്ക് ഔദാര്യമായിട്ട് ദാനമായിട്ട് നൽകണം. അതാണ് ഹബ്ലി. നമ്മൾ കുട്ടികൾക്ക് പേരൊക്കെ ഇടാറുണ്ട്, ഹിബ എന്ന്. ഹിബ എന്താണ്? ഹിബ എന്ന വാക്കിൻ്റെ അർത്ഥം ഔദാര്യം എന്നാണ്. റബ്ബ് തന്ന ഔദാര്യമാണ്, അതുകൊണ്ടാണ് ഹിബ, സമ്മാനം എന്നൊക്കെ അർത്ഥമുണ്ട്, സമ്മാനം. അപ്പോൾ ഫഹബ്ലി, എനിക്ക് സമ്മാനമായിട്ട് വരദാനം എന്നൊക്കെ പറയാം. വരദാനം, എനിക്ക് വരദാനമായിട്ട് നൽകണം. മില്ലദുൻക, നിൻ്റെ സന്നിധാനത്തു നിന്ന്. വലിയ, മകനെ വേണം എന്നല്ല പറഞ്ഞ, വലിയ എന്നാണ് പറഞ്ഞ്. വലിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പിൻഗാമി. ഇവിടുത്തെ അർത്ഥം വേറെ അർത്ഥമുണ്ട്, രക്ഷാധികാരി എന്നർത്ഥമുണ്ട്. അല്ലെങ്കിൽ പിന്തുടർച്ച അവകാശി. വലിയ പിന്തുടർച്ച അവകാശി, പിൻഗാമി, അത് തന്നെയാണ് ഈ പിന്തുടർച്ച അവകാശി. ഇപ്പോൾ സക്കരിയ നടത്തിയ പ്രാർത്ഥന എന്താ? എന്തെല്ലാം പോയിൻ്റ് വന്നിട്ടുണ്ട്. നമ്മൾ ഒരു മഹാനായ മനുഷ്യൻ, ഒരു മഹാനായ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അള്ളാൻ്റെ വലിയാണ് ഇവിടെ സക്കരിയ. അതുകൊണ്ടാണ് അവിടെ അത്ഭുതങ്ങളൊക്കെ സംഭവിക്കുന്നത്. ഈ ഔലിയാക്കൾക്കാണ് അത്ഭുതങ്ങൾ സംഭവിക്കുകയുള്ളൂ. മറിയം അള്ളാഹുവിൻ്റെ വലിയ ആയതുകൊണ്ടാണ് അവിടെ ഭക്ഷണം ഉണ്ടായത്. ഇവിടെ സക്കരിയ അള്ളാഹുവിൻ്റെ വലിയ, അത്ര മാത്രം അള്ളാഹുവുമായിട്ട് അടുപ്പം. ഈ വലിയ എന്ന് പറഞ്ഞാൽ പ്രത്യേക കാറ്റഗറി ഒന്നുമല്ല. എനിക്ക് നിങ്ങൾക്കൊക്കെ അള്ളാൻ്റെ വലിയാകാം, ആർക്കും ആകാം. അല്ലാതെ അള്ള ഒരു പ്രത്യേക വർഗത്തെ വലിയാക്കി സൃഷ്ടിക്കുകയൊന്നുമല്ല. അങ്ങനെ ആരും വിചാരിക്കുകയും വേണ്ട. എനിക്കും നിങ്ങൾക്കൊക്കെ അള്ളാൻ്റെ വലിയാകാം. അതെങ്ങനെ? ഇബാദത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ, ആരാധനയിലൂടെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളെ യഥാവിധി അനുസരിച്ചും അംഗീകരിച്ചും തഖ്വയിൽ ജീവിച്ചാൽ എനിക്കും നിങ്ങൾക്കൊക്കെ എത്തിപ്പെടാൻ സാധിക്കുന്ന ഒരു മേഖലയാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ അഥവാ വലിയ. ഇവിടെ സക്കരിയ അലൈഹിസ്സലാം, അദ്ദേഹം പ്രവാചകൻ അല്ലെങ്കിലും ഒരു വലിയ ആയതുകൊണ്ട് നമുക്ക് അലൈഹിസ്സലാം എന്ന് പറയാം. അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യാം. അപ്പോൾ അദ്ദേഹം തൻ്റെ റബ്ബിനോട് പ്രാർത്ഥിച്ച ആ ഒരു സന്ദർഭമാണ്, പ്രാർത്ഥനയാണ് ഈ കൊടുത്തിരിക്കുന്നത്. എന്താ പ്രാർത്ഥിച്ചത്? പോയിൻ്റൊക്കെ മനസ്സിലായല്ലോ. എൻ്റെ തല നര കൊണ്ട് കത്തുന്നു, എൻ്റെ എല്ലുകൾ ദുർബലമായിരിക്കുന്നു, എൻ്റെ ബന്ധുജനങ്ങളെ ഞാൻ ഭയപ്പെടുന്നു, അതുകൊണ്ട് എനിക്കൊരു പിൻഗാമിയെ വേണം. ഇവിടെ മനസ്സിലാക്കേണ്ടതേ, പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ റീസൺ, അതിൻ്റെ കാരണം പറയണം. എന്തുകൊണ്ട് എന്ന് കൂടി പറയണം. എനിക്ക് വേണം 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 വേണം, എന്തിനാ നിനക്ക് വേണ്ടത്, എന്താ എൻ്റെ കാരണം, അതുകൂടി പറയണം. ഒരു കാരണം ഉണ്ടാവുമല്ലോ. ഇവിടെ അതിന് കാരണമുണ്ട്. കാരണം എൻ്റെ ബന്ധുജനങ്ങൾ വഴിപിഴയ്ക്കുന്നു, അഥവാ ഒരു സമൂഹം വഴിപിഴച്ച് മുന്നോട്ട് പോകുന്നു. അവരെ നേരായ മാർഗത്തിലേക്ക് നയിക്കാൻ എൻ്റെ കാലശേഷം, ഇപ്പം ഞാനുണ്ട്, ഇനി എൻ്റെ കാലശേഷം ഒരു പിൻഗാമിയെ വേണം. ശരി, ഇനി അതിൻ്റെ ബാക്കി എന്താ നോക്കാം. അപ്പോൾ ഫഹബ്ലി മില്ലദുൻക വലിയ, അല്ലേ? ഫഹബ്ലി മില്ലദുൻക വലിയ, നിൻ്റെ സന്നിധാനത്തു നിന്ന് എനിക്കൊരു പിൻഗാമിയെ നൽകണം. യരിസുനി വയരിസു മിൻ ആലി യഅഖൂബ് വജഅൽഹു റബ്ബി റളിയ. അതുകൂടി നോക്കാം. യരിസുനി, വറസ യരിസു, യരിസുനി, എനിക്ക് അവൻ അനന്തരാവകാശിയായിരിക്കും. യരിസുനി, എനിക്ക് അവൻ അനന്തരാവകാശിയായിരിക്കും എന്ന് പറഞ്ഞാൽ
സക്കരിയ എന്ന ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ നിർവഹിച്ച ഉത്തരവാദിത്വം, ഞാൻ ഇവിടെ ചെയ്ത ഡ്യൂട്ടി പിന്നെ എൻ്റെ മകൻ ചെയ്യണം. അതായത് ഞാൻ ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിച്ചു, ജനങ്ങളെ ദീൻ പഠിപ്പിച്ചു, ജനങ്ങൾക്ക് വേണ്ട സന്മാർഗമൊക്കെ കാണിച്ചു കൊടുത്ത് ഞാനൊരു വഴികാട്ടിയായിട്ടാണ് ഞാൻ ജീവിച്ചത്. അപ്പോൾ എൻ്റെ കാലശേഷം ഈ ഉത്തരവാദിത്വം ചെയ്യാനായിട്ട് ഇവിടെ വേറെ ആരുമില്ല, അതെൻ്റെ മകൻ ചെയ്യണം. അതാണ് യരിസുനി. യരിസു, അവൻ അനന്തരാവകാശിയായിരിക്കും, മിൻ ആലി യഅ്കൂബ, യഅ്കൂബ് കുടുംബത്തിൻ്റെ, യഅ്കൂബ് അലൈഹിസ്സലാം. ആ യഅ്കൂബ് നബിയുടെ വംശപരമ്പരയിൽപ്പെട്ടവരാണ് ഇവരൊക്കെ. യഅ്കൂബ് നബി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, ഇബ്രാഹിം നബിയുടെ മകൻ അലൈഹിസ്സലാം, ഇസ്ഹാക്ക് നബിയുടെ മകൻ അലൈഹിസ്സലാം ആണ് യഅ്കൂബ് നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബിയുടെ മകൻ, രണ്ടാമത്തെ മകൻ ഇസ്ഹാക്ക് നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിൻ്റെ മകനാണ് യഅ്കൂബ് അലൈഹിസ്സലാം. ആ യഅ്കൂബ് നബി അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ 12 മക്കളിൽ ഒരു മകനാണ് യൂസുഫ് അലൈഹിസ്സലാം. അദ്ദേഹം പ്രവാചകനായി. ആ യഅ്കൂബ് നബി അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ വംശപരമ്പരയിൽ പെട്ടവരാണ് പിന്നീട് പ്രവാചകന്മാരായിട്ട് വന്നത്. ആ പരമ്പരയിലാണ് പിന്നീട് മൂസാ നബി അലൈഹിസ്സലാം പ്രവാചകനായത്. ആ പരമ്പരയിലാണ് പിന്നീട് ഇവിടെ യഹ്യ അലൈഹിസ്സലാം പ്രവാചകനായത്, സുലൈമാൻ അലൈഹിസ്സലാം പ്രവാചകനായത്, ദാവൂദ് അലൈഹിസ്സലാം പ്രവാചകനായത്, അവസാനം ഈസാ നബി അലൈഹിസ്സലാം പ്രവാചകനായത്. അപ്പം ആ വംശപരമ്പരയിൽ, അതാണ് മിൻ ആലി യഅ്കൂബ്, യഅ്കൂബിൻ്റെ പരമ്പരയിൽ, വജഅൽഹു, അവനെ നീ ആക്കണം, റബ്ബി, എൻ്റെ നാഥ, റളിയ, എല്ലാവർക്കും തൃപ്തിപ്പെട്ടവൻ. ജനിക്കാൻ പോകുന്ന മകനെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ നോക്കി. ഒരു മകനെ വേണമെന്ന് വെറുതെ പ്രാർത്ഥിക്കുകയല്ല. ജനിക്കാൻ പോകുന്ന മകന് ഒന്നാമതായിട്ട് മകനായിരിക്കണം, ആൺകുട്ടി ആയിരിക്കണം. രണ്ടാമതായിട്ട് വലിയ ആവണം. വലിയ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു പിൻഗാമി. പിന്നെ യരിസുനി എന്ന പ്രത്യേകമായ പ്രാർത്ഥന, അതായത് പ്രവാചകനാക്കണം എൻ്റെ മകനെ പ്രവാചകനാക്കണം. പിന്നെ പറഞ്ഞു നിനക്ക് തൃപ്തിപ്പെട്ടവനാക്കണം. ശരി, ഇതാണ് ഇവിടുത്തെ അനുസ്മരണം കേട്ടോ. തുടക്കത്തിൽ പറഞ്ഞില്ലേ, തൻ്റെ ദാസനായ സക്കരിയാനെ കുറിച്ചുള്ള അനുസ്മരണം എന്ന ആമുഖത്തോടെയാണ് ഈ സൂറ ആരംഭിക്കുന്നത്. എവിടെ എത്തിയിട്ടില്ല, നമ്മളിപ്പോൾ ഇങ്ങനെ പറഞ്ഞു വരുന്നേ ഉള്ളൂ. എന്തിന് ഈ ചരിത്രം അല്ലാഹ് പറഞ്ഞു, അതിൻ്റെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ വന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആമുഖത്തിൽ പറഞ്ഞല്ലോ, ഈ സൂറ ക്രൈസ്തവർക്ക്, പ്രത്യേകിച്ച് ക്രൈസ്തവരെ കേൾപ്പിക്കാനായിട്ട് തന്നെ അവതരിച്ച ഒരു സൂറയാണ്. എത്യോപ്യയിലേക്ക് പലായനം ചെയ്തു പോയ ആ ജനസമൂഹം, ആ പലായനം ചെയ്തവർ, അവർ പലായനം ചെയ്യുന്നതിന് മുമ്പാണ് ഈ സൂറത്തിൻ്റെ അവതരണം. അപ്പോൾ ഈ സൂറയും പിടിച്ചുകൊണ്ടാണ് അവർ പലായനം ചെയ്യുന്നത്. ഈ സൂറ നല്ലപോലെ പഠിച്ചിട്ടാണ് അവർ പലായനം ചെയ്യുന്നത്. എന്തിനാണ്? ആ എത്യോപ്യ ഒരു ക്രൈസ്തവ ഭൂരിപക്ഷ രാജ്യമാണ്. അവിടെ ചെന്നിട്ട് ഇസ്ലാമിനെ അവതരിപ്പിക്കണം. അവതരിപ്പിക്കുമ്പോൾ ആരാണ് സക്കരിയ എന്നും ആരാണ് മറിയമെന്നും നല്ല പോലെ പലായനം ചെയ്യുന്ന മുസ്ലിങ്ങൾക്ക് അറിവുണ്ടായിരിക്കണം. അപ്പോൾ ക്രിസ്ത്യാനിറ്റിയെ സംബന്ധിച്ച് നല്ല പോലെ പഠിച്ചിട്ട് വേണം എത്യോപ്യയിലേക്ക് അഥവാ അബുസീനയിലേക്ക് അവർ പലായനം ചെയ്യാൻ. അതുകൊണ്ട് സക്കരിയാനെ ഒന്ന് അനുസ്മരിച്ചു ഇവിടെ. ഇനി അതിൻ്റെ ബാക്കി പഠിക്കുമ്പോൾ ബാക്കി കുറച്ചുകൂടി കാര്യം നമുക്ക് മനസ്സിലാവും. എന്തിനാണ് ഇപ്പോൾ അനുസ്മരിച്ചത്? എന്തിനാണ് ഇങ്ങനെ യഹ്യ അലൈഹിസ്സലാം അഥവാ യോഹന്നാൻ, അദ്ദേഹത്തിൻ്റെ ജനനം, അതുമായി ബന്ധപ്പെട്ട് ഇവിടെ എന്തിനാണ് പറഞ്ഞത്? അതൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് വഴിയെ മനസ്സിലാക്കാം. നമുക്ക് തൽക്കാലം ഇവിടെ നിർത്താം. ഞാൻ 6 ആയത്ത് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് പ്രയാസമാവരുത് പഠിക്കാനായിട്ട്. പദാനുപദ അർത്ഥവും ആയത്തിൻ്റെ അർത്ഥവും ഞാൻ നിങ്ങൾക്ക് നൽകുന്ന വിശദീകരണവും നോട്ട്സുമൊക്കെ കൃത്യമായിട്ട് വായിച്ച് പഠിക്കുക. മനപ്പാടാക്കാൻ താല്പര്യമുള്ളവർക്ക് മനപ്പാടാക്കാൻ പറ്റിയ ഒരു നല്ല സൂറയാണ്. മനോഹരമായിട്ട് പാരായണം ചെയ്യാനൊക്കെ സാധിക്കുന്നൊരു സൂറയാണ്. സാധിക്കുന്നവർ മനപ്പാടാക്കാനും
ശ്രമിക്കുക. പടച്ചവൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ചെലവഴിച്ച ഈ സമയം അള്ളാഹു സ്വാലിഹായ ഒരു അമലായിട്ട് സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഖുർആൻ പഠിക്കുന്നവരും അത് പഠിപ്പിക്കുന്നവരും അള്ളാഹ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണല്ലോ. ആ ഗണത്തിൽ അള്ളാഹു നമ്മയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിൻ്റെയൊക്കെ പേരിൽ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ, അബദ്ധങ്ങൾ, പോരായ്മകൾ, ദൗർബല്യങ്ങൾ, വീഴ്ചകൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഉന്നതമായ സ്വർഗത്തിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടുന്ന പ്രവാചകന്മാർ, സ്വാലിഹീങ്ങൾ, സച്ചരിതരായ ആളുകൾ, അവർക്കൊപ്പം അള്ളാഹു നമ്മെയും ആ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ മരണം അള്ളാഹു എളുപ്പമാക്കി നൽകുമാറാകട്ടെ. നമ്മുടെ ഖബർ ജീവിതവും എളുപ്പമാക്കി നൽകുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മഹ്ശറയിലെ വിചാരണയും എളുപ്പമാക്കി നൽകുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സമൂഹത്തിൽ എവിടെയും നമുക്ക് അള്ളാഹു സമാധാനവും സംതൃപ്തിയും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.